പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇന്ത്യ ഗൾഫ് സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ ഈ വർഷാവസാനം ആരംഭിക്കും. കരാർ നടപ്പായാൽ കാർഷിക, ടെക്സ്റ്റൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും ഉയരും. 2004 ഒപ്പുവെച്ച സാമ്പത്തിക സഹകരണ ചട്ടക്കൂടിന്റെ തുടർച്ചയായാണ് ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയും ചർച്ചകൾ നടത്താൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗൾഫ് ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിന് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം. ഇതിനായി കേന്ദ്ര മന്ത്രാലയ ഉദ്യോഗസ്ഥർ ഈ ആഴ്ച സൗദിയിലെത്തിയിരുന്നു. ഇന്ത്യയിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളും എത്തിക്കാനാണ് തീരുമാനം. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഗൾഫ് വ്യാപാരം $178 ബില്യൺ ഉയർന്നിരുന്നു. സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യൻ കാർഷിക, ടെക്സ്റ്റൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പന്നങ്ങൾ സൗദിയിലെത്തും. ഇവയ്ക്ക് ഇറക്കുമതി നികുതി ഇളവ് ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിൽ നിന്നും തൊഴിലുടമകളെ വിലക്കി UK. ഇമിഗ്രേഷൻ സംവിധാനത്തിന്റെ ദുരുപയോഗം തടയുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ നടപടി. 2024 ജൂലൈക്കും 2025 ജൂണിനുമിടയിൽ UK-യിലെ 1948 കമ്പനികൾക്ക് വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യാനുള്ള അവകാശം നഷ്ടപ്പെട്ടു. മുൻ വർഷം റദ്ദാക്കിയ 937 ലൈസൻസുകളുടെ ഇരട്ടിയിലധികം വരുമെന്ന് ഔദ്യോഗിക കണക്കുകൾ കാണിക്കുന്നു. ഇമിഗ്രേഷൻ നിയമങ്ങൾ മറികടക്കാൻ കുടിയേറ്റക്കാരെ സഹായിക്കുന്നതിന് നിരവധി തൊഴിലുടമകൾ തൊഴിൽ വിസകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള ഡാറ്റ സൂചിപ്പിക്കുന്നു. അതേസമയം UK-യിൽ തുടരുന്നതിന് വിസയെ ആശ്രയിക്കുന്ന കുടിയേറ്റ ജീവനക്കാരെ ചൂഷണം ചെയ്തും കുറഞ്ഞ വേതനം നൽകി പ്രാദേശിക തൊഴിലാളികളെ വെട്ടിച്ചുരുക്കുന്നു. മുതിർന്നവരുടെ സാമൂഹിക പരിചരണം, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ, നിർമ്മാണം എന്നിവയിലാണ് ഏറ്റവും കൂടുതൽ ദുരുപയോഗം കണ്ടെത്തിയത്. 2021-2022 261 2022-2023 247 ലൈസൻസ് അസാധുക്കളുടെ എണ്ണം കുത്തനെ ഉയർന്നു. നടപ്പുവർഷത്തെ കണക്ക് വീണ്ടും റെക്കോർഡ് മറികടക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ലൈസൻസ് റദ്ദാക്കലിനൊപ്പം സാമ്പത്തിക പിഴകൾ, ബിസിനസ് അടച്ചുപൂട്ടൽ ഉത്തരവുകൾ, പ്രോസിക്യൂഷൻ സാധ്യതകൾ എന്നിവ ഉൾപ്പെടെ തൊഴിലുടമകൾക്കുള്ള പിഴകളും സർക്കാർ വിപുലീകരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സമ്പന്ന നഗരങ്ങളുടെ പട്ടികയിൽ ദുബായ് മുൻപന്തിയിൽ. നിക്ഷേപകരുടെയും അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുടെയും പിൻബലത്തിലാണ് ദുബായ് ഈ നേട്ടം കൈവരിച്ചത്. ദുബായ്ക്ക് സമ്പന്ന നഗരങ്ങളുടെ പട്ടികയിൽ 4-ാം സ്ഥാനമാണ്. ലണ്ടൻ 1-ാമതും പാരീസ് 2-ാമതും മിലാൻ 3-ാമതുമെത്തി. നിലവിൽ 86,000 കോടീശ്വരന്മാരാണ് ദുബായിൽ താമസിക്കുന്നതായി ദ റൈസ് ഓഫ് ദുബായ് എന്ന പഠനം വ്യക്തമാക്കുന്നത്. ഇതേ വളർച്ചാ നിരക്ക് തുടരുകയാണെങ്കിൽ 2040-നകം ദുബായ് യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക മേഖലയിലെ ഏറ്റവും സമ്പന്ന നഗരമായി മാറാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഉയർന്ന സുരക്ഷാ നിലവാരം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ദുബായിലേക്ക് സമ്പന്നർ കൂടുതലായും ആകർഷിക്കപ്പെടുന്നു. നികുതി നിരക്കുകൾ കുറവായതും തുണയായി. രാജ്യാന്തര നിലവാരമുള്ള വിദ്യാഭ്യാസ മേഖല, ആഡംബര ജീവിതശൈലി എന്നിവയും UAE-ക്ക് തുണയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.